ഒരുപാട് എഴുതി മടുത്തു. അവസാനം വിചാരിച്ചു ക്വിറ്റ് ചെയ്യാം, കാരണം പറ്റുന്നില്ല. അതന്നെ എക്സാം അല്ല കേട്ടോ. നമുക്ക് നമ്മൾ എങ്ങനെ വിചാരിച്ചാലും, അതായത് നമ്മൾ വിചാരിക്കുകയാണ് നമ്മളെ കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ചാലും ചില സമയത്ത് നമ്മൾ ഡൗൺ ആയിട്ട് പോകും. മാത്രമല്ല അതിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആണ്. അതായത് ജയിക്കാനുള്ളൊരു ചാൻസസ് വളരെ ഹൈ ആണ്. അതാണ് ഈ എക്സാമിൻ്റെ പ്രത്യേകത. UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ റിസൾട്ട് വന്നിട്ട് ഏകദേശം 2 ആഴ്ച ആയിട്ടുണ്ട്. ഒരുപാട് വ്യക്തികൾ കേരളത്തിൽ നിന്ന് എക്സാം എഴുതി. അങ്ങനെ കുറച്ച് പേർക്ക് ഇത് കിട്ടിയിട്ടുണ്ട്, എക്സാം ക്രാക്ക് ചെയ്തു. എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ കേരളത്തിൽ നിന്നാണ് ക്രാക്ക് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പം അതിൽ 4ാമത്തെ റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള സിദ്ധാർത്ഥ് രാമകുമാർ, പുള്ളിയുടെ ഇതിന് മുമ്പ് പുള്ളി IPS കിട്ടിയ ആളാണ്. അതിന് മുമ്പ് വേറെയും കുറേ സർവീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ IPS ട്രെയിനിങ്ങിൽ നിന്നുകൊണ്ടാണ് IAS ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പുള്ളിക്ക് IAS എക്സാമിൽ 2024 എക്സാമിൽ 4ാം റാങ്കാണ്. അങ്ങനെ ഒരുപാട് വ്യക്തികൾക്ക് കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന്. വളരെ സന്തോഷം. എന്തായാലും ഇത്രയും വലിയ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പിന്നെ സിവിൽ സർവീസ് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് എക്സാംസിൽ ഒന്ന് തന്നെയാണ് സിവിൽ സർവീസ് എക്സാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചാൻസസ് ഓഫ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ചാൻസസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. സാധാരണ ഒരു എക്സാമിനെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കൂടുതലാണ്. ആ എക്സാം പാസ്സായ എല്ലാ കുട്ടികളും ഞാൻ പറയുന്നു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം സാധാരണ ഒരു വ്യക്തിക്ക് അങ്ങനെ പാസ്സാവാൻ പറ്റിയൊരു എക്സാം അല്ല സിവിൽ സർവീസ് എക്സാമിനേഷൻ. അതിന് കൂടെ ഭാഗ്യം കൂടെ വേണം കേട്ടോ. അതും കൂടെ ഞാൻ പറയാം, ലക്കും കൂടെ ഫാക്ടറാണ്. കാരണം പല വ്യക്തികൾ എനിക്ക് അറിയാവുന്ന നല്ല ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഈ എക്സാം പല ഇതുകൊണ്ടും അവർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. ഒരു മാർക്ക് ഡിഫറൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് അവർക്ക് ചാൻസസ് മിസ്സായി ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാർ എനിക്ക് അറിയുന്നുണ്ട്. പേഴ്സണലി അറിയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. കഥ പറയാൻ നിന്ന ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. അതായത് സങ്കടത്തിൻ്റെ കഥകൾ, അങ്ങനെ ഇവർ അനുഭവിച്ചിട്ടുള്ള സങ്കടത്തിൻ്റെ കഥകൾ പറയാനുണ്ടാവും. സർവീസ് എക്സാമിനേഷന് 2012 മുതൽ പ്രിപ്പറേഷൻ തുടങ്ങിയ ആളായിരുന്നു ഞാൻ. 2012, 13, 14, 15, 16, 17 ഈ 5-6 വർഷം ഞാൻ കഠിനമായിട്ട് പ്രിപ്പറേഷൻ ചെയ്തു. ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ച് 2-3 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി എൻ്റെ 5-6 വർഷം ഞാൻ ഇതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് പോലും എനിക്ക് പ്രിലിമിനറി പോലും പാസ്സാവാൻ പറ്റിയില്ല. അതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. വളരെ അതായത് എന്താ പറയുക, സങ്കടമുള്ളൊരവസ്ഥയാണത്. സങ്കടം ഉണ്ടാക്കുന്ന അവസ്ഥ എന്ന് പറയാം. കാരണം ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇത്രയും ടൈം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തു, ഇത്രയും ടൈം നമ്മൾ ഇതിനു വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തു. ഇത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പൈസ കൊടുത്തു, ഹോസ്റ്റലിൽ നിന്നു, ബുക്സ് മേടിച്ചു. ഇതിനു വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത ഇയേഴ്സ്, നമ്മൾ ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാം വേസ്റ്റായി പോവുകയാണ്. അപ്പോൾ സിവിൽ സർവീസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്ത ആൾക്കാരെ ഞാൻ എന്ത് പറയണം? അതാണ് ഞാൻ പറഞ്ഞത്, അവരൊക്കെ എക്സ്ട്രാ ഓർഡിനറി മാത്രമല്ല ലക്ക് ഉള്ള ആളുകളും കൂടിയാണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇതിപ്പോൾ ഞാൻ പോട്ടെ, എൻ്റെ കേസ് വിടാം. പക്ഷേ ചെറുപ്പം മുതലേ ഡെഡിക്കേറ്റ് ചെയ്തത് ഇതിന് വേണ്ടി മാത്രം അവർ +2 മുതലും നോക്കി ഇതിന് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ അപ്പുറം ഇപ്പോൾ ഞാനിപ്പോൾ 5-6 വർഷം എടുത്തു എന്ന് പറഞ്ഞു. ഇതിൻ്റെ അപ്പുറം ഇതിൻ്റെ ഇരട്ടി വർഷങ്ങളെടുത്ത് പഠിച്ച് ഇതിന് വേണ്ടി മാത്രം നിന്നിട്ടുള്ള ആൾക്കാർ പോലും ഉണ്ട്. അവർക്ക് പോലും ഈ എക്സാം പാസ്സാവാൻ പറ്റിയിട്ടില്ല. പല ആൾക്കാർ എനിക്കറിയുന്ന പറഞ്ഞല്ലോ, പേഴ്സണൽ അല്ലാത്തയും ഒരുപാട് വ്യക്തികൾ, ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഇവരാരും ഞാൻ ഡീമോട്ടിവേറ്റ് ചെയ്യല്ല കേട്ടോ. പക്ഷെ ഞാൻ കുറച്ച് അനുഭവങ്ങൾ പറയാം, എക്സ്പീരിയൻസ് ഫ്രം മൈ സൈഡ്. പല ആൾക്കാരുടെ എക്സ്പീരിയൻസും കൂട്ടിക്കുവച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. വ്യക്തികൾ സിവിൽ സർവീസ് സ്വപ്നം കണ്ട് അത് കിട്ടാൻ വേണ്ടി പല ആളുകളും കുട്ടിക്കാലം മുതൽ അതിനു വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് ജനറൽ നോളജ് ബുക്ക് വായിക്കാനും ന്യൂസ് പേപ്പർ വായിക്കാനും അതുപോലെ തന്നെ പാരൻസ് ലോൺ എടുത്ത് പഠിപ്പിക്കാനും ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബിസിനസ്സായി മാറിയിരിക്കുകയാണ്. ലക്ഷങ്ങളൊക്കെയാണ് അവിടെ അഡ്മിഷൻ ഫീ അല്ലെങ്കിൽ ഇതിനു വേണ്ടി കോച്ചിങ് ഫീ ഒക്കെ ചോദിക്കുന്നത്. പ്രിലിംസിന്, മെയിൻസിന്, ഇൻ്റർവ്യൂവിന് എന്നൊക്കെ പറഞ്ഞ് എക്സാമിന് വേറെ. അപ്പോൾ അതൊക്കെ കൊടുക്കണം, ബുക്സ് മേടിക്കണം. എത്ര ബുക്സാണ് സിവിൽ സർവീസ് ഒരു കുട്ടി പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യാമെന്ന് അറിയോ? ഒരുപാട് ബുക്സ് റെഫറൻസ് വേണം, ഒരുപാട് ബുക്സ് വേണം. അപ്പോൾ ഇതിനൊക്കെ ഡെഡിക്കേറ്റ് ചെയ്ത് ഹോസ്റ്റലിൽ പോയി നിൽക്കണം.
അങ്ങനെ ഒരുപാട് ചിലവാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ പാസ്സാവാൻ. സാധാരണ ഒരു കുടുംബത്തിലുള്ള ഒരു കുട്ടിനെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല നിലവിൽ സിവിൽ സർവീസ് എക്സാമിനേഷൻ പ്രിപ്പറേഷൻ ചെയ്യുക എന്നുള്ളത്. വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ വല്ല സ്കോളർഷിപ്പും കിട്ടേണ്ടി വരും. ഓക്കെ, അപ്പം വളരെ കോമ്പറ്റീറ്റീവായിട്ടൊരു എക്സാമാണ് അത്. ഇത് ആൾ ഓവർ ഇന്ത്യ നടക്കുന്ന ഒരു എക്സാമാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ. എക്സാമിൻ്റെ കാര്യങ്ങളിലോട്ട് പോകാം നമുക്ക്. എങ്ങനെയാണ്? വർഷവും UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. എല്ലാ വർഷവും നടക്കുന്നുണ്ട്. എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നതും പ്രിലിംസ് മെയിൻസ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യം കറക്റ്റായിട്ടാണ്. അവിടെ ഒരു ലാഗിങ്ങും വരുന്നില്ല. അതായത് പ്രിലിംസിൻ്റെ റിസൾട്ട് എന്ന് വരുന്നത് കറക്റ്റായിട്ട് അവർ പറയും, അതേ ഡേറ്റിന് വരും. മെയിൻസ് റിസൾട്ട് വരുന്നത് കറക്റ്റായിരിക്കും, ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരുന്നത് കറക്റ്റായിരിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള അതിന് ശേഷമുള്ള ട്രെയിനിങ് കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. എന്ന് മുതൽ ആ സർവീസ് കയറും എന്നുള്ളതൊക്കെ കറക്റ്റായിട്ടാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത്. അതാണ് UPSCയുടെ ഒരു ഹൈലൈറ്റ്. ലാഗിങ്ങും ഇല്ലാതെയാണ് UPSC എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതാണ് അവിടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതാണ് പക്ക ക്വാളിറ്റി എക്സാമിനേഷനാണ്. യാതൊരുവിധ മാൽ പ്രാക്ടീസസോ ഈ എക്സാമിന് ഉണ്ടാവില്ല. പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും ഹൈലി ഫുൾ സെക്യൂരിറ്റി ഉള്ള ഒരു എക്സാമിനേഷനാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ. അങ്ങനെ വല്ല കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആളെ കാര്യം കട്ടപ്പുകയാണ്, ജയിൽ തന്നെയായിരിക്കും. കാരണം ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സാമാണ്. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. പിന്നെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 1000-ൽ-അധികം സർവീസസ് ഉള്ള ഒരു എക്സാമിനേഷനാണ്. ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് IAS, IPS, IRS, IFS എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. ഓക്കെ, അങ്ങനെ ഈ എക്സാം എല്ലാ വർഷവും ഒരുപാട് ലക്ഷം ആളുകൾ ഓൾ ഓവർ ഇന്ത്യ എക്സാമിനേഷൻ എഴുതുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആദ്യത്തെ സ്റ്റേജിൽ നിന്ന് ഏകദേശം കുറച്ച് പേര് ഈ എക്സാം ക്രാക്ക് ചെയ്യും. വളരെ കുറച്ച് പേര് ക്രാക്ക് ചെയ്യും, പ്രിലിംസ് ക്രാക്ക് ചെയ്യും. അതൊരു മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിനേഷനാണ്. അത് ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ നിന്ന് പ്രിലിംസ് പാസ്സായ ആളുകൾ മെയിൻസിലോട്ട് കിടക്കും. മെയിൻസിൽ നിന്നും അതിൽ നിന്ന് അവർ സോർട്ട് ഔട്ട് ചെയ്യും, ഫിൽട്ടർ ചെയ്യും. അങ്ങനെ അതിൽ നിന്നും കുറച്ച് പേര് ഇൻ്റർവ്യൂവിലോട്ട് പോകും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റേജ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അവസാനം ഇൻ്റർവ്യൂവിൽ എത്തുമ്പോൾ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഉണ്ടാവുക. അങ്ങനെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ 1000-ൻ്റെ അകത്ത് വരുന്ന ആളുകളെ കാണുള്ളൂ. ഏകദേശം 1000 ചില്ലറ ആളുകൾ ഉണ്ടാകും ആ ഫൈനലിൽ. ഇത്രയും ലക്ഷം ആളുകളിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് അവസാനം വരുന്നത് 1000-something%. അവരാണ് ഒരു വർഷം ഇത്രയും സർവീസിലോട്ട് എൻ്റർ ചെയ്യുന്ന ആളുകൾ. ആദ്യത്തെ 100-ൽ വരുന്ന ആളുകളാണ് IAS എന്നുള്ള പദവിയിൽ അർഹതപ്പെട്ട ആളുകൾ. പിന്നെ വരുന്ന റാങ്ക് IPS, IFS, IRS അങ്ങനെ തുടർന്ന് പോകും. കാര്യങ്ങളുണ്ട് കേട്ടോ. ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ജനറൽ കാറ്റഗറി 32 വയസ്സ്, OBC ആണെങ്കിൽ 36 വയസ്സ്, അതുപോലെ തന്നെ SC/ST ആണെങ്കിൽ അൺലിമിറ്റഡ് ആണ്, 38 വയസ്സ്, PH കാറ്റഗറി ആണെങ്കിൽ 42 ഏജ് 42 വയസ്സ്. പിന്നെ ഇവരുടെ ചാൻസസും അതുപോലെ തന്നെയാണ്. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 6 ചാൻസ്, OBC ആണെങ്കിൽ 9 ചാൻസ്, SC/ST ആണെങ്കിൽ അൺലിമിറ്റഡ് ആണ്. 38 വയസ്സ് അവർക്ക് അൺലിമിറ്റഡ് ആയിട്ട് എക്സാം എഴുതാം. പിന്നെ PH കാറ്റഗറി ആണെങ്കിലും ഇതുപോലെ തന്നെ 45 വയസ്സിൻ്റെ അകത്ത് 9 ചാൻസ് അങ്ങനെ. സോ ഇതൊക്കെയാണ് ഏകദേശം വരുന്ന ചാൻസസ്, എക്സാമിൻ്റെ ചാൻസസ്. ഈ എക്സാമിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് ആയിരിക്കണം. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ആർക്കും എക്സാം എഴുതാം. 21 വയസ്സ് ആണ് ഇതിൻ്റെ ഒരു പ്രായ പരിധി. ഓക്കെ, അതാണ്, ഇന്ത്യൻ ആയിരിക്കണം. അപ്പോൾ ഇതാണ് ഈ എക്സാമിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷനും കാര്യങ്ങളും. ഇപ്പോൾ ഒരു ഔട്ട്ലൈനാണ് തന്നത്. ഓക്കെ, അപ്പോൾ ഇനി എക്സാമിനെ കുറിച്ച് പ്രശസ്തനായ ഒരാൾ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, അതൊന്ന് ഞാൻ പറയാം. ഓക്കെ, പറഞ്ഞ ആൾ എക്കണോമിസ്റ്റാണ്, സഞ്ജീവ് സൻയാൽ. ഓക്കെ, പുള്ളി പറഞ്ഞത് ടു മെനി യങ് കിഡ്സ് ആർ വേസ്റ്റിംഗ് ദ ടൈം ട്രൈങ് ടു ക്രാക്ക് UPSC എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വ്യക്തി, മഹാനായ വ്യക്തി പറഞ്ഞത് ഒരുപാട് കുട്ടികൾ സമയം കളയുന്നു ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, UPSC എക്സാമിന് വേണ്ടി, അത് IAS അതിനിപ്പോൾ പറഞ്ഞ എക്സാമിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പുള്ളി പറഞ്ഞ വേറെ കുറേ വചനങ്ങളുണ്ട്. യെസ്, I think lakhs of people are spending their best years trying to crack an exam where a tiny number of few thousand people actually are going to get it make no sense. കറക്റ്റാണ്, ഞാൻ പറഞ്ഞല്ലോ. അതായത് ഒരുപാട് ലക്ഷം ആളുകൾ എക്സാം എഴുതുന്നു സമയം വേസ്റ്റ് ചെയ്തിട്ട്, അതിൽ നിന്ന് 1000 പേരുകൾ മാത്രമാണ് ഇതിലോട്ട് കിട്ടുന്നത്. അപ്പോൾ പുള്ളി എന്തുകൊണ്ടാണ്, അത് ഇത്രയും വലിയൊരു എക്കണോമിസ്റ്റ് ആയിട്ടുള്ള സഞ്ജീവ് സനൽ എന്തുകൊണ്ടാണ് ഈ എക്സാമിനെ കുറിച്ച് ഇങ്ങനെ പറയാനുള്ള കാരണം, ഇതിലോട്ടാണ് വരാൻ പോകുന്നത്. ഓക്കെ, ഇതിലോട്ടാണ് ഞാൻ വിരൽ ചൂണ്ടാൻ പോകുന്നത്. എക്സാം വളരെ ടഫസ്റ്റ് എക്സാമാണ്, വളരെ ബുദ്ധിമുട്ടാണ്, പാസ്സാവാൻ ഒരുപാട് പ്രയാസമാണ് എന്നൊക്കെ കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ
ഒരുപാട് വ്യക്തികൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഇതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ ആഗ്രഹം കൊണ്ടായിരിക്കും. പലർക്കും സിവിൽ സർവീസ് കിട്ടുക എന്ന് പറയുന്നത് പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ ഒരു ബ്യൂറോക്രസിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ്. ഗവൺമെൻറ് സർവീസാണ് എന്നുള്ള ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാം ഇതാണ്. സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, ഗസറ്റ് ഓഫീസറാണ്, എ ഗ്രേഡ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ എല്ലാവരും എന്താണ് ഈ എക്സാം എഴുതാൻ ശ്രമിക്കും, ഈ UPSC എക്സാമിനേഷൻ. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും ഭയങ്കര പ്രസ്റ്റീജിയസ് എക്സാമാണ്, പവർഫുൾ ആയിട്ടുള്ള റോളാണ് ഈ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. അതുകൊണ്ടൊക്കെയാണ് എല്ലാവരും എഴുതാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണ് പ്രശ്നം? ഒരുപാട് വ്യക്തികൾ ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ഇല്ലേ? ഞാൻ പറഞ്ഞല്ലോ, വർഷങ്ങൾ എടുത്തിട്ട് പഠിക്കുകയാണ് ആളുകൾ ഇതിനു വേണ്ടി മാത്രം. പക്ഷെ റിസൾട്ട് കിട്ടുക എന്നുള്ളത് ചാൻസസ് ആർ വെരി വെരി ലെസ്. നമുക്കതിന് ശതമാനം വെറും ഒരു 100-ൽ 10% പോലും നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഒരു 5% കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം 95% ഓഫ് ലോസാണ് വരാൻ പോകുന്നത്. 5% ഓൺലി നമുക്കൊരു ഭാഗ്യവും നമ്മുടെ ശ്രമവും. ഓക്കെ, പോട്ടെ, 10% എടുക്കാം, 90% ഫെയിലിയറിനോട്ട് പോവാം. 90% ഫെയിലിയർ, 10% ചാൻസസ് ആണ്. അപ്പം ഇത്രയും ഒരു 50 പോലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. 50 പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഇത്രയും ആളുകൾ ശ്രമിക്കണോ എന്നാണ് ഇപ്പോൾ ഈ പുള്ളി പറയുന്ന കാര്യം, അതുപോലെ എനിക്ക് പറയാനുള്ള കാര്യം. ഞാൻ ആരെയും ഡീമോട്ടിവേറ്റ് ചെയ്യല്ല കേട്ടോ. താല്പര്യമുള്ള ആളുകളുണ്ടാവും, പാഷനായി എടുത്ത ആൾക്കാരുണ്ടാവും, അവർക്ക് ശ്രമിക്കാം. പക്ഷേ ഓരോ വ്യക്തികൾക്കും ഓരോ കഴിവുണ്ട്, ഓരോരുത്തർക്കും ഓരോ കാപ്പബിലിറ്റി ഉണ്ട്, അല്ലേ? പല ആൾക്കാർക്കും പലതും സ്കില്ലുള്ള ആളുകളുണ്ടാവും പലതിനും. അപ്പോൾ നമ്മുടെ സ്കില്ലും നമ്മുടെ ടൈമും ഒക്കെ നമ്മൾ മാറ്റി വെച്ച് നമ്മളെല്ലാ കാര്യങ്ങളും ഒഴിവാക്കി ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടം വരുന്നത് പിന്നീട് നമുക്ക് തിരുത്തിയെടുക്കാനുള്ള ടൈം ഉണ്ടായിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയൊരു പ്രശ്നമാണ്. പലർക്കും, ചില ആൾക്കാർക്ക് പല കാര്യങ്ങളിലും ഒരുപാട് സ്കില്ലുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോൾ നമുക്കിത് വിടാം. ഈ സിവിൽ സർവീസിന് പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരാൾ വേറെ ഒരു കാര്യത്തിൽ അയാൾക്ക് നല്ലൊരു സ്കില്ലുണ്ടെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ വേറെ നല്ലൊരു നോളജ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അയാൾക്ക് മികവ് കാണിച്ചിട്ട് അയാൾക്ക് അത് ഷൈൻ ചെയ്യാൻ പറ്റും. അയാൾ അതിൽ ഇതായിരിക്കും. ഈ സിവിൽ സർവീസിന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന സമയം വേറെ എന്തെങ്കിലും എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്താൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഭവത്തിന് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് 100% നമുക്കതിൽ വിജയം ഉറപ്പാണെന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ പുള്ളി പറഞ്ഞ കാര്യം അത് തന്നെയാണ്. ഈ പറഞ്ഞ സൻയാൽ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. ഒരുപാട് വ്യക്തികൾ ടൈം വേസ്റ്റ് ചെയ്ത് കളയുന്നു എന്നൊരു കാര്യമാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. എനിക്കും മനസ്സിലായിട്ടുള്ള കാര്യം അതാണ്. ഒരുപാട് വ്യക്തികൾ, ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള പല ആൾക്കാരും കഴിവുള്ള ആളുകളാണ്. ഒരുപാട് വ്യക്തികൾക്ക് ഒരുപാട് രീതിയിൽ കഴിവുകളുണ്ട്. അവരൊക്കെ സിവിൽ സർവീസ് വിട്ടിട്ട് ഇപ്പോൾ പല മേഖലയിലോട്ട് ഡൈവേർട്ട് ചെയ്ത് പോയി. അവരിപ്പം നന്നായി ശോഭിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട സമയം നമുക്ക് തിരിച്ച് കിട്ടൂല. അത് ആദ്യം മനസ്സിലാക്കുക. സമയം തിരിച്ചൊരിക്കലും റിട്ടേൺ ചെയ്യുന്ന സാധനമല്ല. അത് മാത്രം നമുക്ക് റിട്ടേൺ ചെയ്യില്ല. ബാക്കിയെല്ലാം നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ പറ്റും. പൈസ നമുക്ക് വേറെ ഉണ്ടാക്കാം, ക്യാഷ് പോയാൽ. ബാക്കിയുള്ള കാര്യമൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കാം. ടൈം വോണ്ട് കം ബാക്ക്, അതാണ്. അപ്പോൾ ആ സമയം നഷ്ടപ്പെട്ടാൽ തിരിച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഒറ്റൊരു കാര്യം കൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് പിന്മാറിയത്. എൻ്റെ വർഷങ്ങൾ ഒരുപാട് പോയി, എൻ്റെ പല സുഹൃത്തുക്കളെയും വർഷങ്ങൾ ഒരുപാട് പോയി സിവിൽ സർവീസ് കാരണം. പക്ഷെ ഞാനിപ്പോഴും പല ആൾക്കാരെ ഡീമോട്ടിവേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും ഈ വീഡിയോ കണ്ടിട്ട്. പക്ഷെ ഒരിക്കലുമല്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സിവിൽ സർവീസ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, ഇത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷയമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക, നിങ്ങൾ ശ്രമിക്കുക. പക്ഷേ ചില ആളുകൾ ചിലപ്പോൾ ഒരു ചാൻസിന് വേണ്ടിയിട്ടാണ് നോക്കാം, അല്ലെങ്കിൽ ഏതായാലും ചില ആൾക്കാരുണ്ട്, എൻ്റെ കൂടെയൊക്കെ പണ്ട് പഠിച്ചിരുന്ന ആൾക്കാരുണ്ട്. അച്ഛൻ നിർബന്ധിച്ചിട്ട്, അമ്മ നിർബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ വെറുതെ നമുക്കൊന്ന് എഴുതി നോക്കാം എന്ന് വിചാരിച്ചിട്ട് സമയം കളയാൻ നിൽക്കണ്ട ഈ എക്സാം. അതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ നിൽക്കുന്ന പകുതിയോളം ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി നോക്കിയാൽ അതിൽ പകുതി ആൾക്കാരും വെറുതെ നോക്കാം, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞിട്ടാണ്, അമ്മ പറഞ്ഞിട്ടാണ്, ബ്രദർ പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഒരു പണിയില്ലാതെ വന്നിട്ട് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഒരു പണിയില്ലാതെ പോയി, ഒരു പണിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണി നോക്കുക. അല്ല, അവർക്ക് പറഞ്ഞുള്ള പണിയല്ല സിവിൽ സർവീസ് എക്സാം ചുമ്മാ ഇത് സമയം കളയാന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്കില്ലനുസരിച്ച് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മറ്റുള്ള ഏരിയയിൽ നിങ്ങൾ ഇതിൻ്റെ ടൈം പകുതി നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. കാരണം പല ആൾക്കാരുടെയും ലൈഫ് എക്സ്പീരിയൻസും പല കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. പണ്ട് സിവിൽ സർവീസ് ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത ആളുകൾ ചെയ്യണം എന്ന് പറഞ്ഞിരുന്ന ആളാണ് ഞാൻ. പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ പിന്നെ പറയാൻ തുടങ്ങി, നിങ്ങൾ എന്തെങ്കിലും ജോലിയോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും
നിങ്ങളുടെ സ്വന്തം തന്നെ എന്തെങ്കിലും ഒരു കരിയർ കയ്യിൽ കരുതിയിട്ട് മാത്രം നിങ്ങൾ എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്താൽ മതി എന്നുള്ളത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ സമയം കളയരുത്, സമയം വേസ്റ്റ് ആവരുതെന്ന് ഉള്ളതുകൊണ്ട് പല ആൾക്കാരും പലതും ജോലിയൊക്കെ ഉപേക്ഷിച്ച് പഠനമൊക്കെ ഉപേക്ഷിച്ച് അത് PG ഒക്കെ ചെയ്യുന്ന PG ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് അതുപോലെ തന്നെ ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് ഇതിന് വേണ്ടി മാത്രം വന്ന് അതുമില്ല ഇതുമില്ല എന്ന അവസ്ഥയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആവരുത് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലൊരു ജോലി ഉണ്ടായിട്ട് മാത്രം നോക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അതും നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ജോലിയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഇടയിൽ ഒരു പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അത്രത്തോളം നിങ്ങൾ സിവിൽ സർവീസ് ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ ഓക്കെ പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറി ആളുകളുണ്ടല്ലോ, വെറുതെ നോക്കാം, സമയം കുറേ ബാക്കിയുണ്ട്, മറ്റുള്ളവർ റെക്കമെൻഡ് ചെയ്ത് ഒരിക്കലും ഇതിന് നിൽക്കരുത്, നിങ്ങൾ സമയം വേസ്റ്റ് ആക്കരുത്. ഇങ്ങനെ നിൽക്കുന്ന ഒരുപാട് വ്യക്തികൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇതിൽ പകുതിയോളം ആളുകൾ ഈ പറഞ്ഞ കാറ്റഗറി വരുന്ന ആളുകളാണ്, ഞാൻ ഇപ്പോൾ പറഞ്ഞ കാറ്റഗറി. ഓക്കെ, അപ്പോൾ അവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ സമയം വേസ്റ്റ് ആക്കാതെ നിങ്ങളെ സ്കില്ലനുസരിച്ച് നിങ്ങൾ വേറൊരു ഫീൽഡ് പോയി ഇതിൻ്റെ ഒരു പകുതി എഫേർട്ട് അവിടെ എടുത്താൽ നിങ്ങൾക്ക് അവിടെ ശോഭിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യം എനിക്ക് പറയാനുള്ളൂ. ഞാൻ ആരെയും ഡിമോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടല്ല വീഡിയോ ചെയ്യുന്നത്, നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. ആർക്കും നാളെ എൻ്റെ സമയം വേസ്റ്റായി അല്ലെങ്കിൽ എൻ്റെ ഒരുപാട് കാലത്തെ ഇത് പോയി അത് പോയി എന്നൊന്നും പറയരുത്. ആർക്കും വിഷമം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് ഓക്കെ അതുകൊണ്ട് മാത്രമാണ് പലരും ഇതുകൊണ്ട് വിഷമിച്ച് പോയ ആളുകളുണ്ട്. എൻ്റെ പല സുഹൃത്തുക്കളും, ഞാൻ പറയുന്ന എൻ്റെ പല സുഹൃത്തുക്കളും, അത് കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള ഫ്രണ്ട്സുകൾ ഇൻ്റർവ്യൂ വരെ എത്തിയിട്ട് ഇൻ്റർവ്യൂന്ന് പല വട്ടം, ഒരു വട്ടം 2 വട്ടമല്ല 3-4 വട്ടമൊക്കെ ഇൻ്റർവ്യൂ വരെ എത്തും. പക്ഷേ 1 മാർക്ക് ഡിഫറൻസ് 2 മാർക്ക് ഡിഫറൻസിനൊക്കെ വീണ്ടും ഔട്ടായി പോയ ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ഇൻ്റർവ്യൂ വരെ എത്താൻ വേണ്ടി എടുത്ത എഫേർട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത്, ഇത്രയും ടൈറ്റായ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയാൻ കാരണം. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പാഷൻ സിവിൽ സർവീസാണ്, ഇത് തന്നെ എനിക്ക് മതി, എൻ്റെ ലൈഫ് ഇതാണ് എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ഈ എക്സാം മുന്നോട്ട് കൊണ്ടുപോകാം. അവർക്ക് ഉറപ്പായിട്ടും ഇത് കിട്ടും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അതായത് അങ്ങനെ പാഷനുള്ള ആളുകളുണ്ടാവും. അതായത് നമ്മൾ ഇത് തന്നെ വേണം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ കഠിനമായിട്ട് ശ്രമിച്ച് അത് അച്ചീവ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.